ചെന്നിട്ട് കളക്ടർ ഓഫീസിൽ ഞാൻ ഓരോന്നും ഇങ്ങനെ ചെന്നപ്പോൾ കളക്ടർ ഞാൻ നോക്കി ഒരു കളക്ടർ വിളിച്ചു സാറിനെ മനസ്സിലായാലെന്ന് വെച്ചു എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഞാൻ മാഷ സ്റ്റുഡൻ്റ് ആയിരുന്നു. പേരൊക്കെ പറഞ്ഞപ്പോൾ മുമ്പ് പഴയ ഒരു സ്റ്റുഡൻ്റാണ്. അത് എന്നാലും അത് ഓർത്തിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ബഹുമാനം അല്ലേ. കാളികാവിനടുത്തുള്ള കുണ്ടിലാമ്പാടത്തു നിന്നും അലനല്ലൂരിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഗോപാലകൃഷ്ണൻ മാഷ് ഒരു കവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാവ്യാലപനത്തിലൂടെയാണ് ഞങ്ങളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ദക്ഷിണയായന്റെ കൈക്കുമ്പിൾ നീട്ടും നിങ്ങളർപ്പിക്കുകേ കുമ്പിളിൽ പൂകൾ അറിവിൻ്റെ നിറവിലേക്കൊരു ചൂണ്ടു വിരലായി നിലവറത്താഴിൻ്റെ താക്കോലുമായി അതിവിസ്മയ കാഴ്ചകൾ കാണാൻ തുറക്കുന്ന ജാലകപ്പാളിയായി പരപ്പിലെ തോണിക്ക് തുഴയുന്ന തോണിക്കൊരുന്തും തുണയുമായി ഇരുളിനെ കീറിമുറിക്കും ഗോപാലകൃഷ്ണൻ മാഷ് 1978 നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപകനായി വരുന്നത്. തുടർന്ന് 1995 അദ്ദേഹം പിരിയുമ്പോൾ പ്രധാന അധ്യാപകനായി. ഇന്നത്തെ പ്രധാന അധ്യാപകനായിരുന്നത് പാലക്കാടുകാരൻ ഒരു സ്വാമിയായിരുന്നു. അതുപോലെ ക്ലാസ് മുറികൾക്ക് വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല എന്നും ഓരോ ക്ലാസ്സുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് അവരുടെ പഠന പ്രക്രിയകളിൽ ഏർപ്പെട്ടു എന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അന്നത്തെ ഹെഡ്മാസ്റ്റർ ഒരു സ്വാമിയായിരുന്നു, പാലക്കാട്. ഞാൻ മുപ്പരോടൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഷ്കാരം വരുത്തി ചുരുങ്ങിയത് ഒരു കർട്ടൻ വലിച്ചിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും കർട്ടനിൽ. പിന്നെ അന്നത്തെ സാഹചര്യം പിന്നെ എനിക്ക് വെട്ടത്തൂർ വരുമ്പോൾ ഒരു അപരിചിതമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വരുന്നത് കുണ്ടാമ്പാടത്തു നിന്നും നീലാഞ്ചേരിയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരാൾക്ക് വെട്ടത്തൂർ എന്ന് പറയുമ്പോൾ ഒരു അപരിചിതത്വം ഇല്ല. അങ്ങനെയായിരുന്നു. അന്നത്തെ ഒരു സാമൂഹിക ബന്ധം, ഗുരുശിഷ്യ ബന്ധം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഉണ്ടായിരുന്നു അന്നേ. കാരണം ചെറിയ സ്കൂളിൽ കുറച്ച് കുട്ടികളെ, കുറച്ച് മാഷന്മാർ, എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിരുന്നു. സാർ, അന്ന് വേദികൾ കുറവാണെങ്കിലും കവിതകളൊക്കെ സാറ് എഴുതിയിരുന്നല്ലോ അല്ലേ? ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് വിദ്യാലയത്തിൽ അങ്ങ് നടത്തിയത്? പിന്നെ ഞാനായിട്ടാണ് വന്നിട്ട് അവിടെ ഈ കുട്ടികൾക്ക് സാഹിത്യവാസനയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ഒരു മാസിക നിങ്ങൾ പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ട്, കയ്യെഴുത്ത് മാസിക. അത് ഞാൻ വന്നിട്ട് ഒരു പരിഷ്കാരം നടത്തിയത്. അപ്പോൾ കുറേ കുട്ടികൾ അങ്ങനെ എഴുതാനൊക്കെ വന്നിരുന്നു. അപ്പം അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്.
മാസിക എഴുതിയിട്ട് അപ്പോൾ കുട്ടികളായാലും പലതും അപ്പോൾ പല കുട്ടികൾക്കും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന വാസനകൾ പുറത്തു വരാൻ സാധിക്കുമല്ലോ. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അന്ന് കലോത്സവങ്ങളൊക്കെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ആനിവേഴ്സറി അന്ന് ഉണ്ടോ? ആനിവേഴ്സറി ഉണ്ട്. അപ്പോൾ പിന്നെ ആനിവേഴ്സറി LP UPയിലൊക്കെ ഉള്ളൂ. അന്ന് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അതെ, അതൊക്കെ ഗംഭീരമായിട്ട് നടത്തിയിരുന്നു ആ കാലത്തൊക്കെ. നമ്മൾ ആ പഴയ കെട്ടിടം അപ്പോൾ അത് പൊളിച്ചു. അവിടെ 4 കോടിയുടെ ഒരു കെട്ടിടം വരുന്നുണ്ട്. അതായിരുന്നു കെട്ടിടം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതാണ് പഴയ കെട്ടിടം. അത് ഒറ്റ ഷെഡാണ്, ഒരു ഷെഡ് 5 ക്ലാസ് മുറി. അതിലായിരുന്നു കർട്ടൻ വെച്ചിട്ട് തിരിച്ചത്. ശരി. പിന്നെ കർട്ടൻ പിന്നെ ഇട്ടതാണ്. അന്ന് കർട്ടനും ഇല്ലേ, കുറച്ച് കുട്ടികൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുക. ശരി. എന്നാലും ആ ഒരു കാലഘട്ടത്തെ മോശമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ, നല്ലൊരു കാലം തന്നെയായിരുന്നു. കാരണം കുട്ടികളെ മാഷന്മാരായിട്ടുള്ള ബന്ധം അത്രയായിരുന്നു. അതെ. എനിക്കിപ്പോഴും വേറെ ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഒരു 9ാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, കുറച്ച് വില്ലനാണ്. അപ്പോൾ ഞാൻ അവനെ ശാസിച്ചിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ടിരാറുണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അന്ന് ഹെഡ്മാഷ് വേറെയാണ്. PC ഇപ്പുറത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്. അന്ന് ഞാൻ സീനിയർ അസിസ്റ്റൻ്റാവും. അത് വേറെ തമാശതല്ല. ആര് ഹെഡ്മാഷന്മാർ വന്നാലും സ്ഥിരം ഞാൻ അവിടുത്തെ ഹെഡ്മാഷ് ആദ്യം മുതൽ. കാരണം ഞാനാണല്ലോ പോവാത്ത ആൾ. PC ജോർജ് വന്നിട്ട് ചാർജ് എടുത്തപ്പോൾ ഒപ്പിട്ടതിൻ്റെ ശേഷം മാഷിന് ഇപ്പം എന്നാൽ നാളെ തന്നെ ലീവ് പോവാന്ന് വെച്ചു. അപ്പോൾ ചെറുത്തിൻ്റെ മുഖത്ത് ചോദിച്ചിട്ട് എന്താ അങ്ങനെ ചോദിച്ചു. സാധാരണ മാഷന്മാരിങ്ങനെ കോട്ടയത്തു നിന്നൊക്കെ വരുമ്പോൾ ലീവ് എടുക്കുന്നു പോവും, പിന്നെ ഒന്ന് വന്ന് ഒപ്പിടും, പിന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോവും. പിന്നെ ഞാൻ തന്നെ ഇവിടെ ഇരിക്കാറുണ്ട്. ഞാൻ എവിടെയും പോകുന്ന ഞാൻ ഇവിടെ തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. PC ജോർജ് അങ്ങനെയായിരുന്നു, നല്ല കാര്യം. വന്നിട്ട് പിന്നെ ചോദ്യം ചെയ്ത് അയാൾ ദേഷ്യപ്പെട്ട് ഇവിടെ പാടാനിട്ടോ എൻ്റെ മൂന്തയ്ക്ക് 2 പൊട്ടിച്ചു. എൻ്റെ മൂന്തയ്ക്ക് ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അതിന് ഞാനറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. ഞാൻ പെട്ടെന്ന് ചാടിയ ശേഷം അയാളെ കൈകൊണ്ട് വിളിച്ചു ദേഷ്യപ്പെട്ടിട്ട്. എന്ത് തോന്നിയാസങ്ങൾ കാണിക്കുന്നു, എൻ്റെ മൂന്തയ്ക്ക് അങ്ങനെ തരണം വെച്ചു. പിന്നെ ഞാൻ എന്താ പറഞ്ഞു. അപ്പം അയാൾ ചിരിച്ചു. എൻ്റെ മനസ്സ് സാരില്ല. കറണ്ടില്ലാത്ത അക്കാലത്ത് ടെലിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ വെറും കേട്ടുകേൾവിയായിരുന്ന 70കളിൽ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം എന്ന ചോദ്യത്തിന് വളരെ ജീവസുറ്റ ഉത്തരമാണ് ഗോപാലകൃഷ്ണൻ മാഷ് നൽകിയത്. അന്ന് യന്ത്രങ്ങൾക്കല്ലായിരുന്നു പ്രാധാന്യം, മനുഷ്യബന്ധങ്ങൾക്കാണ്. ഒരു കുട്ടിക്ക് പനി, ജലദോഷം എന്ന് വേണ്ട ഏത് തരത്തിലുള്ള ഒരു അസുഖമുണ്ടെങ്കിലും വന്നില്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോവുക, കാര്യങ്ങൾ അന്വേഷിക്കുക. വാഹനങ്ങൾ തന്നെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മനുഷ്യബന്ധങ്ങൾക്കാണ് അന്ന് ഏറ്റവും അധികം വില കൽപ്പിച്ചിരുന്നത്. ഇന്ന് ഗുരുശിഷ്യ ബന്ധത്തിൽ ഈ ഒരു ബന്ധം നമുക്ക് കാണാനാവില്ല എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി തരികയാണ് ഉണ്ടായത്. അധ്യാപകൻ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നു, കുട്ടികളത് ഏറ്റെടുക്കുന്നു. അങ്ങനെയായിരുന്നു അന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ധാരാളം ഗൈഡുകൾ വന്നു, ധാരാളം പുസ്തകങ്ങൾ വന്നു. ഇതൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ കൂടുതൽ സ്വതന്ത്രരായി. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇന്ന് നമ്മെ അതിശയിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെയും സെർച്ച് എഞ്ചിനുകളുടെയും AI-യുടെയും ഉപയോഗം പഠനത്തിൽ കടന്നു വന്നതുകൊണ്ട് തന്നെ അവർക്ക് അധ്യാപകനെ അധികം ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ മാഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഗുരുശിഷ്യ ബന്ധങ്ങളിലേക്ക് നമ്മുടെ കാലം മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വളരെ സ്വാഭാവികമായിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന പല പദങ്ങളും അദ്ദേഹത്തിനുണ്ടാക്കിയ പ്രയാസങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. വിളിച്ചവരൊക്കെ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിളിച്ചു, ഞങ്ങൾക്കൊരു പരാതിയില്ല. ഓ അത് ശരി, വയ്ക്കില്ല. അതൊരു അനുഭവമായിരുന്നു.
Beats Music. വലിയ സംഭവങ്ങൾ ഒരു കാലഘട്ടം അല്ലേ? പിന്നെ ഈ വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിൻ്റെ വേറൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. മലപ്പുറം ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം കലക്ടറെ കണ്ടിട്ട് അയാൾ ഒപ്പ് വാങ്ങിക്കണം. അന്ന് മലപ്പുറം ജില്ലയാണുള്ളത്. അപ്പം എൻ്റെ ഒരു പേപ്പർ ശരിയാക്കിയിട്ട് അതിൽ കലക്ടറെ കൊണ്ട് ഒപ്പിടിക്കണം. എന്നിട്ട് ഞാൻ മലപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തിരക്കാണ്. അപ്പം ഇങ്ങനെ കാത്തിരുന്നു. ഒരു അരമണിക്കൂർ ഇരുന്നപ്പോൾ എന്നെ വിളിച്ചു, പോയിക്കോളൂ. എന്നിട്ട് ഞാനങ്ങോട്ട് ചെന്നിട്ട് കലക്ടർ ഓഫീസിൽ ഞാൻ ഓരോ ഇങ്ങനെ ചെന്നപ്പോൾ കലക്ടർ ഞാൻ നോക്കി. അത് കലക്ടർ നീച്ചു. ഞാൻ ചിന്ത അത്ഭുതമായില്ല. അതിന് വരും ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിരുന്നു. സാറിന് ഇങ്ങനെ മനസ്സിലായില്ലെന്ന് വെച്ചു. എനിക്ക് ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഞാൻ മാഷ സ്റ്റുഡൻ്റായിരുന്നു. പേരൊക്കെ പറഞ്ഞു. അപ്പം മുമ്പ് പഴയൊരു സ്റ്റുഡൻ്റാണ്. അതിപ്പോൾ ഇപ്പോഴും എന്നാലും അത് ഓർത്തിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ബഹുമാനം അല്ലേ. ഏത് സ്കൂളാണ്? ഞാൻ വെട്ടത്തൂരല്ല, പുല്ലങ്കോടാകുമ്പോൾ അവിടെ പഠിച്ചിരുന്ന പഴയൊരു സ്റ്റുഡൻ്റാണ്. വലിയൊരു സന്തോഷം എന്താ അല്ലേ? അത്ഭുതമായി. എന്നാലും അയാളത് ഉറച്ചിരുന്നത് അല്ലേ. പെട്ടെന്ന് ഞാനെവിടെ കിടക്കണം, കലക്ടർ എവിടെ കിടക്കണം. വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 50ാം വാർഷികത്തിൽ ഗോപാലകൃഷ്ണൻ സാറിന് എന്താണ് പുതുതലമുറയ്ക്ക് നൽകുവാനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ? അതും കൂടി അടുത്ത് ഇടപഴകുക, അവരെ സ്നേഹിക്കുക, സ്വന്തമായിട്ട്. അങ്ങനൊരു നിർദ്ദേശം എനിക്കുള്ളത്. ഒരു വെറും ജോലിയിൽ മാത്രം കരുതാതെ മറ്റു കാര്യങ്ങളൊക്കെ വെറും ജോലി ചെയ്യണം, ശമ്പളം വാങ്ങണം. ഇത് അതൊന്നും വിട്ടിട്ട് കുറേയും കൂടി സ്വന്തം മക്കളെ പോലെ വിദ്യാർത്ഥികളെ അടുപ്പിക്കുക, സ്നേഹിക്കുക, പല കാര്യങ്ങളിൽ സംസ്കൃതി നന്മയെ കോടാലി വയ്ക്കുന്ന സത്യവും ധർമ്മവും